നീങ്ങിയിട്ട് നിറം മെച്ചപ്പെട്ടിട്ടുണ്ടാകും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ പല്ലുകൾ എന്ന് പറയുന്നത് ചില സമയത്ത് ഇങ്ങനെ മഞ്ഞ കളറായിട്ടിരിക്കും അല്ലെ. എന്തുകൊണ്ടാണ് പല്ലുകൾ മഞ്ഞ കളർ ആവണേന്ന് അറിയോ? നമ്മൾ കഴിക്കുന്ന ഫുഡാണ് നമ്മുടെ പല്ലുകളിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. ആ ഫുഡിന്റെ കളർ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മൾ ലേഹ്യമോ അരിഷ്ടമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളിൽ ഒരു ബ്രൗണിഷ് ഒരു യെല്ലോ കളർ കൂടുതലായിട്ടും കാണും. പിന്നെ അത് മാത്രമല്ല, ഈ കൊക്കക്കോള, കാപ്പി, ചായ, ഇങ്ങനെ കട്ടൻ കാപ്പി, ചായ ഇതൊക്കെ കൂടുതലായിട്ട് കുടിക്കുന്നവരിൽ നമ്മുടെ പല്ലുകളുടെ നിറം മഞ്ഞ കളറായിരിക്കും. അപ്പൊ എത്ര മഞ്ഞ കളർ ആണെങ്കിലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു കാര്യം ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ പല്ലുകളിൽ ആ ഒരു മഞ്ഞ കളർ ഉണ്ടല്ലോ അതങ്ങ് പോയി കിട്ടും കേട്ടോ. അപ്പൊ അതെന്താണ് ആ ട്രിക്ക് എന്നാണ് നമ്മളിപ്പോ കണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അത് നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോയിട്ട് വരാം. രാവിലെ എഴുന്നേറ്റിട്ട് പല്ല് നോക്കുമ്പോഴായിരിക്കും പല്ല് മഞ്ഞ കളറായിട്ടിരിക്കുന്നത് കാണുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഞാൻ എപ്പോഴും ഓയിൽ പുള്ളിങ് ആണ് കൂടുതലായും ചെയ്ത് കൊടുക്കാറ്. പണ്ട് തൊട്ട് ഞാനിത് ഫോളോ ചെയ്യാറുണ്ട്. പലർക്കും അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് വായിൽ പിടിച്ചിട്ട് 3 മിനിറ്റോളം കുലുക്കൊഴിയുക. അതിനുശേഷം നമുക്കത് തുപ്പിക്കളയാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ പല്ലിലെ കറ കുറച്ചൊക്കെ നീങ്ങിയിട്ട് നിറം മെച്ചപ്പെട്ടിട്ടുണ്ടാകും. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ബ്രഷ് ചെയ്യുന്നത് പോലെ ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുകളിൽ നിന്ന് താഴേക്ക് വേണം ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ബ്രഷിങ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പല്ല് നല്ലതുപോലെ നീറ്റായിട്ടുണ്ടാവും, വായ്നാറ്റവും കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഓയിൽ പുള്ളിങ് ചെയ്തതെന്ന് എല്ലാവരും കണ്ടല്ലേ. അപ്പൊ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയപ്പോ ഞാനിങ്ങനെ ചോദിച്ചോട്ടോ, നമുക്ക് എന്തൊക്കെ റിസൾട്ട് ആണ് നമ്മൾ ഈ ഒരു ഓയിൽ പുള്ളിങ് ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഒന്നാമത് നമുക്ക് ഈ വായ്നാറ്റം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഒരു പരിധി വരെ കുറച്ച് നിർത്താൻ സഹായിക്കട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പല്ലുകളിലെ കറകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാനും പിന്നെ കളർ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെ നീക്കാൻ വേണ്ടിയിട്ട് സഹായിക്കട്ടോ. അപ്പൊ ഈ ഒരു 2 കാര്യം കൊണ്ടിട്ടാണ് ഞാനും ഓയിൽ പുള്ളിങ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്ര ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മുടെ പല്ലുകളൊക്കെ ഇത്തിരി നിറം കുറവാണ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും ആ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടറിയാനും പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം. ഡിയേഴ്സ്, ബൈ, ടേക്ക് കെയർ ഓൾ.